യേശു കർത്താവ് പഠിപ്പിച്ച് തന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ നടക്കുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശു പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ലഭിച്ചതായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തെ ഒരു പ്രാർത്ഥനാ വിഷയം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കടഭാരം മാറിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. അപേക്ഷയല്ലായിരിക്കും, നന്ദി പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അർത്ഥം, അത് ലഭിച്ചതിനായി അല്ലെ അത് മാറിയതിനാൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് ഈ നന്ദി പറഞ്ഞ പ്രാർത്ഥന കാണാൻ കഴിയും. യേശു കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ വന്നിട്ട് യേശു പറയുകയാണ്, എൻ്റെ അപേക്ഷ കേട്ട് ഇതിനാൽ നന്ദി കർത്താവേ എന്ന്. കാര്യം, യേശു അവിടെ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. അർത്ഥം, നന്ദി പറയുന്നു. അപ്പോൾ ഒരു വലിയൊരു വിടുതൽ നടക്കാനിടയായി. ഈ ദിവസങ്ങളിൽ നമുക്ക് അപേക്ഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, തയ്യാറാണെങ്കിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ നാളുകൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, പ്രതിസന്ധികൾ എന്തും ആയിക്കോട്ടെ, അത് മാറിയതിനാൽ, ആ രോഗം മാറിയതിനാൽ, ആ കടഭാരം മാറിയതിനാൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്ദി പറയാം, അത് മാത്രം ചെയ്യുക. ഈ വചനങ്ങൾ ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.